ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്തിരുന്നു. സൗജന്യമായിട്ടുള്ള ക്രാഷ് കോഴ്സാണ്. അങ്ങനെ വലിയൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഹാർവസ്റ്റ് ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സിൻ്റെ ഈ ക്യാമ്പിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഹായ്, AR ആണ് ഹാർവസ്റ്റിന്. നമ്മൾ 2 ദിവസം മുൻപ് ഒരു ഫൈൻ ട്യൂണിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്തിരുന്നു. സൗജന്യമായിട്ടുള്ള ക്രാഷ് കോഴ്സാണ്. വളരെ നല്ലൊരു റെസ്പോൺസാണ് നമുക്ക് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. ഒരുപാട് കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. സൗജന്യമാണ്. ഒരു രൂപ പോലും നിങ്ങളിതിന് മുടക്കേണ്ട ആവശ്യമില്ല. 120 ദിവസത്തെ ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് തരിക. ഓൺലൈൻ മോഡിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ഈ ഒരു കോഴ്സിന് മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽസ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. മെറ്റീരിയൽസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ മെറ്റീരിയൽസിൻ്റെ കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഹാർവസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഹാർവസ്റ്റിന് ഇങ്ങനത്തെ ഒരു കിറ്റായിരിക്കും നിങ്ങൾക്ക് തരിക. ഇതിൽ നിങ്ങൾക്ക് വരുന്നത് ഈ 1000 രൂപേൻ്റെ കിറ്റിൽ നിങ്ങൾക്ക് വരുന്നത് ഒന്നാമത്തെ തന്നെ ഹാർവസ്റ്റിൻ്റെ പേരിലുള്ളൊരു ടീഷർട്ടാണ്. നമ്മളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്ന സംഭവമാണ് ടീഷർട്ടാണ് ഒന്നാമതായിട്ട് നമുക്ക് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഒരു ഹാർവസ്റ്റിൻ്റെ തന്നെ ഒരു നോട്ട്ബുക്ക്, അതായത് കുട്ടികൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ് അടുത്തതായിട്ട് ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ഒരു ടൈം ടേബിളാണ് അല്ലേ. നമുക്ക് കൃത്യമായിട്ട് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ടൈം ടേബിൾ വേണം. അതാണ് നമുക്ക് അടുത്ത് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഓരോ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞ് 120 ദിവസത്തോളമുള്ള ഈ കോഴ്സിൻ്റെ ഈ ക്യാമ്പിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഓരോ ദിവസം ഉണ്ടാവേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ ആ ചാപ്റ്റേഴ്സിൻ്റെ ടെസ്റ്റ് ഏതൊക്കെ, ഓരോ ചാപ്റ്ററിൻ്റെയും ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ചാപ്റ്ററാണ് നിങ്ങൾക്ക് തരുന്നതെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ ക്ലാസ്സും തിയറി ക്ലാസ്സുകളും അതിൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ നമ്മളുടെ ഹാർവസ്റ്റ് ആപ്പിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരും. ദെൻ അതിന് ശേഷം അന്ന് രാത്രി തന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാക്കിയെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം നടത്തും. അതിൻ്റെ കാര്യങ്ങൾ നമുക്കതിൻ്റെ മാർക്കൊക്കെ അവിടെ നിങ്ങളുടെ ഒരു ഡയറി, പേഴ്സണൽ ഡയറി ആയിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എഴുതി വെക്കാം. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ആ മൊഡ്യൂൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഠിച്ചു തുടങ്ങുമ്പോഴാണല്ലോ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ദിവസത്തെ ബാക്ക് സൈഡിലുള്ള ഈ കോളത്തിൽ മാർക്ക് ചെയ്ത് വെക്കാം. അത് ഹാർവസ്റ്റിൻ്റെ ലൈവ് സെക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. ഈ സംശയങ്ങളുണ്ടെങ്കിൽ സാറുമാർ കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ടൈം ടേബിളാണുള്ളത്. ഓരോ ദിവസത്തെയും വെച്ചിട്ടുള്ള ഒരുപാട് 2 ഫേസ് ആയിട്ടാണ് ഹാർവസ്റ്റ് ഒരു പ്രോഗ്രാം നടത്തുന്നത്. 2 ഫേസ് എന്ന് പറയുമ്പോൾ പബ്ലിക് എക്സാമിന് +2 കുട്ടികളെയും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ +2 കുട്ടികൾക്ക് ഇപ്പോൾ പബ്ലിക് എക്സാം വരാൻ പോവാണ്. അപ്പോൾ പബ്ലിക് എക്സാം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ക്രാഷ് കോഴ്സ്, എൻട്രൻസിൻ്റെ ക്ലാസ്സുകൾ, +2 ക്ലാസ്സുകൾ, ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് +2 കുട്ടികളെ കൂടി പരിഗണിച്ചുകൊണ്ട് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നത്. അതായത് ആദ്യം ഫേസ് 1, ഫേസ് 2 2 ഫേസ് ആയിരിക്കും ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവുക. ഫേസ് 1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് +2 ടോപ്പിക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നടക്കുന്ന ചാപ്റ്ററുകൾ +2 ടോപ്പിക് ആയിരിക്കും. അപ്പോൾ +2 ടോപ്പിക്ക് കേൾക്കുമ്പോൾ അവർക്ക് ഹയർ സെക്കൻഡറി എക്സാമിനും കൂടി അത് ഗുണകരമാകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പബ്ലിക് എക്സാം കഴിഞ്ഞതിന് ശേഷം മാർച്ച് ലാസ്റ്റും ഏപ്രിലൊക്കെ ആയിട്ടാണ് പബ്ലിക് എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, +1 പോർഷൻസ് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഫേസ് ആയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുക. അങ്ങനെ 2 ഫേസിൻ്റെ മുഴുവൻ ടൈം ടേബിൾ നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 116 ദിവസത്തെ ക്ലാസ്സുകളും അതിന് ശേഷമുള്ള മൊഡ്യൂൾ ടെസ്റ്റുകളും ഉണ്ട്. നിങ്ങൾ ഓരോ മൊഡ്യൂളും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡേ 17ാമത്തെ ദിവസമാണെങ്കിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, സർഫസ് കെമിസ്ട്രി, ജെനറ്റിക്സ്, കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിലിറ്റി, അതുപോലെ തന്നെ മൊഡ്യൂൾ ടെസ്റ്റാണ് ഉണ്ടാവുക. 5ാമത്തെ മൊഡ്യൂളാണ്. ഇതിൽ 4 ദിവസത്തെ മൊഡ്യൂളുകളാണ് ഉണ്ടാവുക. ലാസ്റ്റ് മാഗ്നറ്റിക്സും അതുപോലെ തന്നെ സർഫസ് കെമിസ്ട്രിയും ഫിസിക്സും കെമിസ്ട്രി ചാപ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ ഒന്നുകിൽ ബയോളജിക്കാർക്ക്, മെഡിക്കലുകാർക്ക് ജെനറ്റിക്സ് 1 ആയിരിക്കും. അതുപോലെ എഞ്ചിനീയറിംഗുകാർക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും അവർക്ക് ഉണ്ടാവുക. അങ്ങനെ ഈ 3 ചാപ്റ്ററുകൾ കഴിഞ്ഞാൽ അതിലൊരു മൊഡ്യൂൾ ടെസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം ഉണ്ടാവുക. ആ 3 ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ആ 3 ദിവസങ്ങളിലും അവരുടെ ചാപ്റ്റർ വൈസ് എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ചാപ്റ്റർ ഒന്നും ഉണ്ടാവില്ല. അന്ന് നിങ്ങൾക്ക് ഈ 3 ചാപ്റ്റർ ഒന്നുകൂടി പഠിച്ച് മൊഡ്യൂൾ എക്സാം വൃത്തിയിൽ എഴുതാനാണ് സാധിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള രീതിയാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്.
എക്സാം നമ്മൾ അനൗൺസ് ചെയ്യും. നീറ്റ് കീം എക്സാമുകളൊക്കെ അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 ദിവസം മുൻപ് തന്നെ കൗണ്ട് ഡൗൺ തുടങ്ങാൻ പറ്റും. ഓക്കെ, ഇന്ന് ഇത്ര ദിവസം, ഓരോ ദിവസം കഴിയുമ്പോൾ 60ാമത്തെ ദിവസം, 59ാമത്തെ ദിവസം, 58ാമത്തെ ദിവസം എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് കൗണ്ട് ഡൗൺ ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഏകദേശം 1ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് നീറ്റ് എക്സാം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു സമയം മനസ്സിലാക്കാൻ പറ്റും. ഏതൊരു കുട്ടിയുടെയും റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക അവരുടെ ടൈം ടേബിളാണ്, അവരുടെ പ്ലാനിങ് ആണ്, അതുപോലെ തന്നെ അവരുടെ ഹാർഡ് വർക്കാണ്, ഒപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ടാണ് ആ കുട്ടിയെ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുക. ഈ എല്ലാ കാര്യങ്ങളും എങ്ങനെ ഒരു ക്രാഷിൽ ഉൾപ്പെടുത്താമെന്നാണ് ഹാർവസ്റ്റ് ചിന്തിച്ചിട്ടുള്ളത്. പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ വലിയ സാമ്പത്തികമായിട്ടുള്ള പൈസയും ഫീസും വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർവസ്റ്റ് സൗജന്യമായിട്ടാണ് ഈ ഒരു കോഴ്സ് ഒരുക്കിയിട്ടുള്ളത്. കാരണം ഒരുപാട് കഴിവുള്ള കുട്ടികൾ മുന്നോട്ട് വരണം എന്നൊരാഗ്രഹം കൊണ്ടാണ് ഹാർവസ്റ്റ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏകദേശം 1200ഓളം കുട്ടികൾക്ക് ഈ ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാൻ ഹാർവസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സംവിധാനം അറിയിക്കുക. അടുത്തതായിട്ട് നമുക്കിതിൽ നോക്കാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത് OMR ഷീറ്റുകളാണ്. OMR ഷീറ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് OMR ഷീറ്റ് നമ്മളിതിൽ നിങ്ങൾക്ക് കിറ്റിൽ വരുത്തുന്നുണ്ട്. ഒന്ന് ചാപ്റ്റർ വൈസ് എക്സാമിന് വേണ്ടി ഓൺലൈൻ എക്സാമുകളാണ് ഉണ്ടാവുക. ഭൂരിഭാഗം എക്സാമുകൾ ഓൺലൈൻ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ചാപ്റ്റർ പഠിച്ച് കഴിഞ്ഞാൽ രാത്രി അതിൻ്റെ എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ എക്സാം ഓൺലൈനായിട്ടാണ് ഉണ്ടാവുക. ഓൺലൈനായിട്ട് കഴിഞ്ഞാൽ എക്സാം ഏറ്റവും അടുത്ത സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റിസൾട്ടും അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് എത്രാമത്തെ സ്ഥാനമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓൺലൈൻ എക്സാമിന് പുറമെ കീമാണെങ്കിലും നീറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ ഓഫ്ലൈൻ എക്സാമ്പിളായതുകൊണ്ട് കുറച്ചൊക്കെ ഓഫ്ലൈൻ എക്സാമ്പിൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓഫ്ലൈൻ എക്സാമ്പിൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് OMR ഷീറ്റ് വേണം. ഓക്കെ, അപ്പോൾ OMR ഷീറ്റ് നിങ്ങൾക്ക് 2 ടൈപ്പ് OMR ഷീറ്റാണ് ഇതിലിപ്പോൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് ചാപ്റ്റർ വൈസ് എക്സാം 30 ക്വസ്റ്റ്യൻ്റെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, 4 OMR ഷീറ്റുള്ള ഷീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ എന്താ വെച്ചാൽ ചാപ്റ്റർ വൈസ് എക്സാമിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ ഏകദേശം 200ഓളം ക്വസ്റ്റ്യൻസിന് എഴുതാൻ പറ്റുന്ന രീതിയിൽ OMR ഷീറ്റ് നമ്മൾ ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് OMR ഷീറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ തരും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് കൃത്യമായിട്ട് ഓഫ്ലൈൻ എക്സാമുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ OMR ഷീറ്റും കൂടി ഇതിനൊപ്പം ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിതിൽ കോറായിട്ടുള്ള 2 സംഭവങ്ങളാണ് ഉള്ളത്. അതായത് ഫേസ് 1 ഫേസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 എക്സാമുകൾ ഉണ്ടാവുമെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ. ഫേസ് 1ൻ്റെ മെറ്റീരിയലാണിത്. ഒരുപാട് ഏകദേശം 500ഓളം പേജുള്ള മെറ്റീരിയലാണ് ഇതിനൊപ്പം ഉണ്ടാവുക. അപ്പോൾ ഫേസ് 1ൻ്റെ മുഴുവൻ ഡിസ്കഷൻ പേപ്പറുകൾ ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫേസ് 2ൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു മെറ്റീരിയലാണ്. ഫേസ് 2ൻ്റെ മെറ്റീരിയലാണ്, ഡിസ്കഷൻ മെറ്റീരിയലാണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് പുറമെ ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഉള്ള ഒരു ക്വസ്റ്റ്യൻ പൂൾ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മളുടെ ഈ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വലിയൊരു പ്ലാനിങ്ങോട് കൂടിയാണ് ഹാർവസ്റ്റ് ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. താല്പര്യമുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുക. വെറും 1000 രൂപക്ക് 2 വർഷത്തെ മികച്ചൊരു എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ ഇത് സഹായമാവും. എഞ്ചിനീയറിംഗ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരിക്കലും തന്നെ റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാതെ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഈ ഒരു ക്യാമ്പ് കൊണ്ട് സാധിക്കും. റെഗുലറായിട്ട് എക്സാമുകൾ ഉണ്ടാവും, റെഗുലറായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും, ഇടവിട്ട സമയങ്ങളിൽ ലൈവ് ക്ലാസ്സുകളുണ്ടാവും. നിങ്ങളുടെ സംശയങ്ങൾ തീർത്തു തരാൻ വേണ്ടി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന കാര്യമല്ല, കഴിഞ്ഞ വർഷം നടന്ന് വന്ന് വളരെ വിജയിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സംവിധാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയില്ലേ? നമ്മളെ കിറ്റിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 2 ബുക്കുകളാണ്, ഡിസ്കഷൻ മെറ്റീരിയൽസാണ് ഉണ്ടാവുക. അതന്നെ നല്ലൊരു എമൗണ്ട് ഡിസ്കഷൻ മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ OMR ഷീറ്റ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫൈൻ ട്യൂണിങ്ങിൻ്റെ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു ബുക്കിലേറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒരു RSൻ്റെ നോട്ട്ബുക്ക് ഉണ്ടാവും. അതേപോലെ ടീഷർട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത് കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഒരു കിറ്റും കൂടി നിങ്ങൾക്ക് വരും. അത് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം ഏകദേശം നമ്മൾ ഈ കോഴ്സ് അവസാനിക്കുന്ന സമയത്ത് ഒരുപാട് ഓൾ ടോപ്പിക് എക്സാമുകൾ, അതായത് നീറ്റാണെങ്കിൽ 150 ക്വസ്റ്റ്യൻ്റെ ഒരു ഓൾ ടോപ്പിക് എക്സാം നമ്മൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. കാരണം നമുക്ക് ഓൾ ടോപ്പിക് എക്സാം ഓഫ്ലൈനായിട്ട് തന്നെ പ്രാക്ടീസ്
ചെയ്യണം. കാരണം നീറ്റ് എക്സാം ഓഫ്ലൈൻ ആയതുകൊണ്ട് ഓഫ്ലൈനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു കിറ്റിന് വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു എല്ലാ മെറ്റീരിയൽസിനും കൂടി വേണ്ടിയിട്ടാണ് ഹാർവസ്റ്റ് 1000 രൂപ ചാർജ് ചെയ്യുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ 1000 രൂപ ചാർജ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഹാർവസ്റ്റിൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള ലിങ്കിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏറ്റവും നല്ല ടീച്ചേഴ്സിൻ്റെ ഏറ്റവും നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം, ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും കൂടാതെ. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.